ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. തരിപ്പോള. മലബാർ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് ഈ റെസിപ്പി ഒന്ന് നോക്കാം. പെട്ടെന്ന് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. രണ്ട് മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഞാൻ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അളവൊക്കെ കൃത്യമായിട്ട് എടുത്താൽ നമുക്കൊരു അടിപൊളി തരിപ്പോള ഉണ്ടാക്കിയെടുക്കാം. ഒരു എഗ് ബീറ്റർ കൊണ്ട് നമ്മുടെ മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് ഹൈ സ്പീഡിലിട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് ഞാൻ ഹൈ സ്പീഡിൽ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നമുക്ക് ഇതും കൂടെ ഒന്ന് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂണ് ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്ത റവ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇനി 1.5 ടേബിൾ സ്പൂൺ തന്നെ മൈദയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്കപ്പൊടി ചേർക്കാം. ഇനി നമ്മൾ സ്പീഡ് നന്നായിട്ട് കുറച്ചിട്ട് ഒന്ന് ഈ മൈദയും റവയും ഒന്ന് മിക്സ് ആകുന്ന വിധത്തിൽ ഒരു 20 സെക്കൻഡ് നമുക്കിതൊന്ന് മിക്സ് ആക്കിയെടുക്കണം. കൂടുതൽ സ്പീഡിൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മൈദയും റവയും എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചെറിയൊരു പാന് വെക്കാം. നന്നായിട്ടൊന്ന് ആദ്യം ചൂടാക്കി എടുക്കണം. ശേഷം നമ്മൾ 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്യാം. ഇനി നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പാന് ചൂടായതിനു ശേഷം മാത്രം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് ഇത് അടച്ചു വെക്കണം. നല്ല ടൈറ്റായിട്ടുള്ള മൂടി തന്നെ നമുക്കിതിന് വേണ്ടി ഉപയോഗിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഭയങ്കരമായിട്ട് നമ്മൾ കുറച്ച് വെക്കണം. ഫ്ലെയിം കൂടിപ്പോയാൽ അടിഭാഗം കരിഞ്ഞു പോകും പെട്ടെന്ന്. ഒരു 8 മുതൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ തരിപ്പോള റെഡിയാവും. അപ്പോൾ നമ്മുടെ തരിപ്പോള റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ 2-3 ചെറീസ് വെച്ചിട്ട് അതൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്പോഞ്ചി ആയിട്ടുള്ള ഒരു തരിപ്പോള റെഡി ആയിട്ടുണ്ട്. കൂടുതൽ ഓയിലും ഗീയും ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.